ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്ന ഞങ്ങൾ വരുമോ യാഗമേക്ഷമാ വരുമോ രക്ഷകൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്ന ഞങ്ങൾ വരുമോ യാഗമേക്ഷമാ വരുമോ രക്ഷകൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ പ്രത്യക്ഷവൽക്കരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷവൽക്കരണം എന്നാൽ ഈശോ തന്നെ ലോകത്തിനു മുഴുവൻ വെളിപ്പെടുത്തുന്നു. ഈശോയെ പുൽക്കൂട്ടിൽ കണ്ട് ആരാധിക്കുവാനായി വന്ന 3 ജ്ഞാനികൾ വിജാതീയരായ ലോകം മുഴുവനിലുമുള്ള ജനങ്ങളുടെ പ്രതിനിധികളാണ്. അപ്പോൾ അവരുടെ മുൻപിൽ ഈശോയുടെ ദൈവികത്വവും ഈശോയുടെ രാജ്യത്വവും ഈശോയുടെ മരണത്തിലൂടെയുള്ള രക്ഷയും അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. പ്രകാരം വെളിപ്പെടുത്തുക എന്നുള്ള ആ വാക്കാണ് പ്രത്യക്ഷവൽക്കരണം എന്ന തിരുനാളിൻ്റെ ആശയം. ഇന്ന് നമ്മൾ ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകമായി ലോകം മുഴുവനിലുമുള്ള എല്ലാ സഭാവിഭാഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ ഒന്നായിരിക്കുവാനും അതുപോലെ തന്നെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ഈശോയിൽ വിശ്വസിക്കാത്ത എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലി അർപ്പിക്കാം. ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം അർപ്പിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളോർത്ത് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ, ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. ശക്തനാം ദൈവമേ, നാഥനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനേ കാരുണ്യം തോകണേ ഞങ്ങളെ, ലോകത്തിൻ പാവനേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സി, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങുദാനേകനം നാഥനം, അങ്ങു മാത്രം പരമോന്നതൻ, പ്രത്യേക ദൈവമഹത്വത്തിൽ. ആ
നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ ഏകജാതനെ നക്ഷത്രത്തിൻ്റെ മാർഗദർശനത്താൽ ഈ ദിനത്തിൽ ജനപദങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവമേ, വിശ്വാസം വഴി അങ്ങയെ അറിഞ്ഞ ഞങ്ങൾ അങ്ങേ ഉദാത്തമായ മഹത്വത്തിൻ്റെ സൗന്ദര്യം ദർശിച്ചാനന്ദിക്കുന്നതുവരെ നയിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ജെറുസലേമേ, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. 6 ഒട്ടകങ്ങളുടെ ഒരു പറ്റം, മിദിയാനിലെയും ഏഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവിടുത്തെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവിടുത്തെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ സംരക്ഷിക്കും. എല്ലാ രാജാക്കന്മാരും
എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു.
ഹെറോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ഈശോയുടെ എപ്പിഫനി തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ പ്രത്യക്ഷവൽക്കരണം. ഈശോ ലോകത്തിന് മുഴുവൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇതാ ക്രിസ്തു ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ജനിച്ചു വീണ ശിശു നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരുടെയും സങ്കീർത്തനങ്ങളുടെയും മറ്റ് പ്രവചനങ്ങളുടെയും എല്ലാം പൂർത്തീകരണമായ ക്രിസ്തുവാണ്, രക്ഷകനാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ മൂന്ന് ജ്ഞാനികളായ മനുഷ്യരിലൂടെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നക്ഷത്രം കണ്ടിട്ട് അവർ ഈശോയെ ആരാധിക്കുവാനായിട്ട് പുറപ്പെട്ടു. ഈ നക്ഷത്രം അവരെ ജെറുസലേം വരെ നയിക്കുന്നുള്ളൂ. ജെറുസലേമിൽ അവർ ഹെറോദേസ് രാജാവിൻ്റെ അരമനയിൽ പ്രവേശിച്ചപ്പോൾ നക്ഷത്രം അപ്രത്യക്ഷമായി. പിന്നീട് അവിടെ വെച്ച് അവർക്ക് വഴികാട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ മിക്ക പ്രവാചകൻ്റെ പ്രവചനമാണ്. അപ്പോൾ മിക്ക പ്രവാചകൻ പറയുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മെ രക്ഷകനിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സുവിശേഷം വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ. ഈ ജ്ഞാനികളായ മനുഷ്യരെ നക്ഷത്രത്തിൻ്റെ ഉദയം ഒരു രാജാവിൻ്റെ പിറവിയുടെ അടയാളമായിട്ട് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനും ഇത്ര മനോഹരമായി സൃഷ്ടിച്ചത് ദൈവമാണ് എന്നും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആദി കാരണമായവൻ രക്ഷകനായ ക്രിസ്തുവാണ് എന്നും മനസ്സിലാക്കുവാനും ആ ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുവാനും ഈ പ്രപഞ്ചമാകുന്ന പുസ്തകം നമ്മൾ വായിക്കണം. പ്രപഞ്ചം ഒരു പുസ്തകമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി ഒരു പുസ്തകമാണ്. ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മെ ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ, ആ പുസ്തകത്തിൻ്റെ രചയിതാവായ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വെളിപാടുകൾ നിറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ നക്ഷത്രം മറഞ്ഞു പോയപ്പോൾ, നക്ഷത്രം പ്രപഞ്ചത്തിൻ്റെ പുസ്തകം ഇല്ലാതെയായപ്പോൾ ഈ ജ്ഞാനികളെ എവിടെയാണ് രക്ഷകൻ ജനിച്ചിരിക്കുന്നതെന്ന് യഥാർത്ഥമായ വഴിയിലൂടെ നയിച്ചത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളാണ്, പ്രപഞ്ചമാകുന്ന പുസ്തകം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാക്കുകളാകുന്ന വിശുദ്ധ ഗ്രന്ഥമാകുന്ന പുസ്തകം. ഈ രണ്ട് പുസ്തകങ്ങളാണ് നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായി പറയുന്നത് ഇവർ ജ്ഞാനികളായിരുന്നു. മത്തായി ഉപയോഗിക്കുന്ന വാക്ക് മാഗോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. അത് നമുക്കറിയാം, ഇംഗ്ലീഷിലെ മാജിക്, മജീഷ്യൻ, അതൊക്കെ ഈ വാക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ജ്ഞാനമുള്ളവൻ, നല്ല ഒരു തത്വജ്ഞാനി, അറിവുള്ളവൻ എന്നൊക്കെയാണ്. പക്ഷേ നമ്മളൊക്കെ പറയുന്ന ഇവർ രാജാക്കന്മാരായിരുന്നു, പൂജ രാജാക്കന്മാർ എന്ന് നമ്മൾ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സുവിശേഷം ഒരിക്കലും ഇവരെ രാജാക്കന്മാർ എന്ന് പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ രാജാക്കന്മാർ എന്ന പേര് കിട്ടിയത്? നമ്മളന്ന് ഇത് വായിക്കുന്ന അത് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് നമ്മൾ ഏറ്റുചൊല്ലിയ പ്രതിവചന സങ്കീർത്തനത്തിൽ നിന്നാണ്. 72-ാമത്തെ സങ്കീർത്തനം. 72-ാം സങ്കീർത്തനം എഴുതപ്പെടുന്നത് സോളമന്
ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് സോളമനേക്കാൾ ഉന്നതനായ ഒരു രാജാവ് വരുവാനുണ്ട്. രക്ഷ ആഗതമാകുമ്പോൾ, കർത്താവിൻ്റെ രക്ഷ ആഗതമാകുമ്പോൾ, മിശിഹ ആഗതമാകുമ്പോൾ, മിശിഹ വരുന്നത് ഒരു രാജാവായിട്ടായിരിക്കും. അങ്ങനെ ആ രാജാവിനെ കുറിച്ചുള്ള എഴുത്താണ് ഈ 72-ാം സങ്കീർത്തനം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്: അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അത് വരുവാനിരിക്കുന്ന മിശിഹായാകുന്ന രാജാവിനെ കുറിച്ചാണ്. വീണ്ടും പറയുന്നു, ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ വന്ന് അവന് കാഴ്ചകൾ കൊണ്ടുവരും. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കും. ദ്വീപുകളിലെയും താർഷിഷിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കും. അവൻ്റെ മുൻപിൽ സ്വർണവും കുന്തിരിക്കവും മറ്റു സുഗന്ധദ്രവ്യങ്ങളും കാഴ്ചയായി സമർപ്പിക്കുമെന്ന്. അപ്പോൾ ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകങ്ങൾ, യെശയ്യാ പ്രവാചകൻ ഇന്ന് 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും ഏഫായിലെയും ഒട്ടകക്കൂട്ടന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവർ വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരും. ഈശോ ജനിക്കുന്നതിന് മുൻപ് 800 വർഷങ്ങൾക്ക് മുൻപാണ് യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം നടത്തുന്നത്. ഈശോ ജനിക്കുന്നതിന് ഏകദേശം അതേസമയം 900 വർഷങ്ങൾക്ക് മുൻപാണ് സങ്കീർത്തനം എഴുതപ്പെടുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനിലൂടെ പറയപ്പെടുന്നതും സങ്കീർത്തനത്തിലൂടെ എഴുതപ്പെട്ടതുമൊക്കെ ഈ പുൽത്തൊഴുത്തിലെ ഈ കുഞ്ഞിൽ, ഈശോയാകുന്ന ആ കുഞ്ഞിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഇവരെ രാജാക്കന്മാർ എന്ന് നമ്മൾ പറയുന്നത്, പൂജ രാജാക്കന്മാർ. അവർ കൊണ്ടുവന്ന കാഴ്ച സ്വർണം, മീറ, കുന്തിരിക്കം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ എപ്പിഫനി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അവിടുത്തെ മനസ്സിലാക്കുവാനായിട്ട്, ഈശോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സമർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ, സ്വർണം രാജത്വത്തിൻ്റെ അടയാളവും, കുന്തിരിക്കം അവിടുത്തെ ദൈവീകതയുടെ അടയാളം. കുന്തിരിക്കം നമ്മൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. മീറ ഉപയോഗിക്കുന്നത് മൃതശരീരങ്ങളെ ലേപനം ചെയ്യുവാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ശിശു തൻ്റെ സഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും മരണത്തിലൂടെയുമാണ് നമുക്ക് രക്ഷ നൽകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ മീറ അവിടെ സമർപ്പിക്കുന്നതിലൂടെ നടക്കുന്നത്. അതാണ് നമുക്ക് ഈ എപ്പിഫനി തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ ഈ വർഷം അഭിവന്യ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷത്തോടനുബന്ധിച്ച് എപ്രകാരമാണ് അത് നമ്മൾ ആചരിക്കുന്നതെന്ന് നമ്മുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത അയച്ച ഇടയലേഖനമാണ് ഇപ്പോൾ വായിക്കുക. യേശുവിൽ പ്രിയ സഹോദര വൈദികരെ, സന്യാസ സഹോദരന്മാരെ, സഹോദരിമാരെ, വത്സല മക്കളെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ പാത്രിസ് കോർദെ പിതൃഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ആഗോള കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനായി വിശുദ്ധ യൗസേപ്പ് പിതാവിനെ 1870 9-ാം പിയൂസ് പാപ്പ പ്രഖ്യാപിച്ചതിൻ്റെ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് ഈ പ്രഖ്യാപനം. ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. 1888 ഏപ്രിൽ 1-ാം തീയതി ലയോ 13-ാമൻ പാപ്പ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ വരാപ്പുഴ അതിരൂപതയുടെ മധ്യസ്ഥനും സംരക്ഷകനുമായി പ്രഖ്യാപിക്കുകയുണ്ടായി. വിശുദ്ധ യൗസേപ്പ് പിതാവ് വരാപ്പുഴ അതിരൂപതയുടെ മധ്യസ്ഥനാണെന്നത് യൗസേപ്പ് പിതാവിൻ്റെ വർഷാചരണത്തിന് നമ്മുടെ അതിരൂപതയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ യൗസേപ്പ് പിതാവിൻ്റെ വർഷാചരണ പരിപാടികൾ നമുക്ക് സാധ്യമായ രീതിയിൽ ക്രമീകരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. യൗസേപ്പ് പിതാവിൻ്റെ വർഷത്തിൽ നമ്മുടെ അതിരൂപതയിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങൾ പ്രത്യേക തീർത്ഥാടന കേന്ദ്രങ്ങളായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
ഈ ദേവാലയങ്ങൾ ഇക്കാലയളവിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സവിശേഷമായ ദൈവാനുഗ്രഹങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക് പെനിറ്റൻഷ്യറിയുടെ കൽപ്പന വഴിയായി ഔസേപ്പിതാവിൻ്റെ വർഷത്തിൽ പ്രത്യേക പൂർണ്ണദണ്ഡ വിമോചനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുംഭസാരം, ദിവ്യകാരുണ്യ സ്വീകരണം, പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നീ സാധാരണ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് താഴെ വിവരിക്കുന്ന ഭക്തകൃത്യങ്ങൾ അഭ്യസിക്കുന്നവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുമെന്ന് ഈ കൽപ്പന വ്യക്തമാക്കുന്നു. കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് അരമണിക്കൂർ സമയം ധ്യാനിക്കുകയോ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഒരു ഏകദിന ആത്മീയ കൂട്ടായ്മയിൽ ഔസേപ്പിതാ വർഷത്തിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃക പിൻചെന്നുകൊണ്ട് ആധ്യാത്മികമോ ഭൗതികമോ ആയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുന്നതാണ്. കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളവർ പ്രത്യേകം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ദണ്ഡവിമോചനം ലഭിക്കുവാനുള്ള മറ്റൊരു മാർഗമാണ്. അനുദിന പ്രവർത്തനങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നവർക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ജോലികൾ അന്വേഷിച്ച് അധ്വാനത്തിൻ്റെ മഹത്വം കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കും പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുന്നതായിരിക്കും. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ലുത്തിനിയെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കും പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും. ഇതിനെല്ലാം പുറമെ മാർച്ച് 19, മെയ് 1 തിരുക്കുടുംബ തിരുനാൾ എന്നീ ദിനങ്ങളിലും എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്തുതിക്കായുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലുകയോ ഒരു ഭക്തകൃത്യം അനുഷ്ഠിക്കുകയോ ചെയ്യുന്നവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും. COVID-19 മഹാമാരി മൂലം രോഗാവസ്ഥയിലുള്ളവർക്കും മറ്റു രോഗികൾക്കും പ്രായമായവർക്കും സാധുവായ കാരണങ്ങളാൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്തവർക്കും പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ ഫലം ലഭിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് അവർ പാപാവസ്ഥയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവസരം ലഭിക്കുമ്പോൾ ഉടനെ തന്നെ പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള തീരുമാനത്തോടെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്തുതിക്കായി ഒരു ഭക്തകൃത്യം അനുഷ്ഠിക്കുകയോ പ്രാർത്ഥന ചൊല്ലുകയോ ചെയ്താൽ അവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും. ഔസേപ്പിതാവിൻ്റെ വർഷത്തിൻ്റെ അതിരൂപതാതല ഉദ്ഘാടനം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് വർഷാദ്യ ബുധനാഴ്ചയായ 2021 ജനുവരി 6 ബുധനാഴ്ച ഞാൻ നിർവഹിക്കുന്നതാണ്. എല്ലാ ഇടവകകളിലും 2001 ജനുവരി 10 ഞായറാഴ്ച ഔസേപ്പിതാ വർഷത്തിൻ്റെ ഉദ്ഘാടനം ദിവ്യബലിക്ക് മുൻപായി നിർവഹിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ കുടുംബനാഥന്മാർ, തൊഴിലാളികൾ എന്നിങ്ങനെയുള്ളവരിൽ നിന്ന് കുറച്ച് പേരെ പ്രത്യേകം പങ്കെടുപ്പിക്കുന്നത് ഉചിതമായിരിക്കും. കൂടാതെ ജനുവരി 10 ഞായറാഴ്ച നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം 8 മണിക്ക് കുടുംബനാഥന്മാർ വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ജപം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഔസേപ്പിതാ വർഷത്തിൻ്റെ തുടക്കം കുറിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ അതിരൂപതയിലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള എല്ലാ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രത്യേക പ്രാധാന്യത്തോടെ വിവിധ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയുടെയും നമ്മുടെ അതിരൂപതയുടെയും മധ്യസ്ഥനും സംരക്ഷകനുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം എന്നും നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള പൈതൃക സ്നേഹത്തിൻ്റെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. എറണാകുളത്ത് നമ്മുടെ അതിമെത്രാസന മന്ദിരത്തിൽ നിന്ന് 2020 ഡിസംബർ 28 ജോസഫ് കളത്തിപ്പറമ്പിൽ, വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത. നമ്മുടെ ഇടവകയിലെ ഔസേപ്പിതാവിൻ്റെ വർഷത്തിൻ്റെ ആചരണത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്നതായിരിക്കും. എങ്ങനെയായാലും അടുത്ത ഞായറാഴ്ച നമ്മൾ ആ ഔസേപ്പിതാ വർഷത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിരിക്കും. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം.
ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിലേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളിലല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ യാചനകൾ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും മറ്റെല്ലാ മെത്രാന്മാരെയും അങ്ങേ പരിശുദ്ധാത്മാവ് നിറവ് നൽകി തിരുസഭയെ വിശുദ്ധിയിൽ നയിക്കുന്നതിനു വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി ജോബച്ചനെയും എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുപാലിവയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റുകളെയും കേന്ദ്രസമിതി ബ്ലോക്ക് യൂണിറ്റ് ഭാരവാഹികളെയും പ്രത്യേകമായി ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് മേരീസ് കുടുംബ യൂണിറ്റിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പുതുവർഷത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി SSLC +2 വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും നന്നായി പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും യുവജനങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് വൈദ്യനായ യേശുവേ, പലവിധ രോഗങ്ങളാൽ വലയുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് കോവിഡ് രോഗികളെയും ക്വാറന്റൈനിൽ കഴിയുന്ന മക്കളെയും ആശ്വസിപ്പിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യണമെന്നും
ജനിതകമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് രോഗത്തിൽ നിന്നും ഞങ്ങളുടെ നാടിനെയും ലോകജനത്തെ മുഴുവനെയും കാത്തുകൊള്ളണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ ഉറവിടമായ യേശുവേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കളും അവരുടെ ജീവിതയാത്രയിൽ വന്നുപോയ പാപക്കടങ്ങൾ പൊറുത്ത് നിത്യജീവനിൽ പങ്കുകാരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ മൗനമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കുവാൻ അർഹയായ കന്യകാമാതാവ് അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുൻപാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അൾത്താരമുന്നിൽ കാരുണ്യവാനേ ഞങ്ങൾ കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ. കാഴ്ചകളേക അൾത്താരമുന്നിൽ കാരുണ്യവാനേ ഞങ്ങൾ കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ. അൾത്താരമുന്നിൽ ഞാനേകിടുന്നു. ആകുലമാകുമെൻ മാനസം നാഥ, അൾത്താരമുന്നിൽ ഞാനേകിടുന്നു. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവനെന്നെയും സ്വീകരിക്കൂ. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവനെന്നെയും സ്വീകരിക്കൂ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമസ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസമുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ സഭയുടെ കാഴ്ചവസ്തുക്കൾ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ ഇവയിലൂടെ അർപ്പിക്കുന്നത് പൊന്നും കുന്തിരിക്കവും മീറയുമല്ല, പ്രത്യുത അതേ കാഴ്ചവസ്തുക്കൾ വഴി പ്രഘോഷിക്കപ്പെട്ടവനും ബലിയർപ്പിക്കപ്പെട്ടവനും സ്വീകരിക്കപ്പെട്ടവനുമായ യേശുക്രിസ്തുവിനെയാണ്. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങ് മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് വെറുപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പ്രത്യുത അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സമ്മിശ്രണം അവ സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Corp.
Cruce sanguinis Christi, mi custodis et vitam aeternam. ആരാധിക്കുന്നു ആനന്ദത്തോടെ കൊണ്ടിടുന്നു ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു ആനന്ദത്തോടെ കൊണ്ടിടുന്നു സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു
സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദീപ്തിയോടെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഞങ്ങൾക്ക് മുൻപേ അങ്ങ് വരേണമേ. അങ്ങനെ അങ്ങ് ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച രഹസ്യം വ്യക്തമായ ഉൾക്കാഴ്ചയോടെ തിരിച്ചറിയുന്നതിനും ഉചിതമായ താൽപ്പര്യത്തോടെ ഗ്രഹിക്കുന്നതിനും ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇരിക്കുക. കൊച്ചി രൂപത ഇടക്കൊച്ചി സെയിൻറ് മേരീസ് പള്ളിയുടെ വക ചെറിയ പാട്ടപ്പറമ്പിൽ തോമസിൻ്റെയും മാർഗരറ്റിൻ്റെയും മകൻ അമൽ തോമസ്, ഈ ഇടവക നടുവത്തെഴുത്ത് മാർട്ടിൻ്റെയും സിനിയുടെയും മകൾ വിക്ടോറിയ മിഷലിനെ വിവാഹം ചെയ്ത് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഒന്നാമത്തെ വിളിച്ചലാവുന്നു. ഈ ഇടവക പണിക്കരപ്പറമ്പിൽ വാട്സൺ അസ്വസിൻ്റെയും റോസ്മെറീറ്റ അസ്വസിൻ്റെയും മകൻ നിക്കോൾ സ്റ്റീവ് അസ്വസ്, വരാപ്പുഴ അതിരൂപത മഞ്ഞനക്കാട് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി ഇടവക കൊല്ലം വേലിയാത്ത് എവറസ്റ്റ് റോഡ്രിക്സിൻ്റെയും ജൂഡി റോഡ്രിക്സിൻ്റെയും മകൾ സാനിയോ ലിസി റോഡ്രിക്സിനെ വിവാഹം ചെയ്ത് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ വിളിച്ചെല്ലാവുന്നു. ഈ വിവാഹങ്ങൾക്ക് തടസ്സം പലതുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. അറിയിപ്പുകൾ. കഴിഞ്ഞയാഴ്ചയിലെ കാഴ്ച സമർപ്പണം 5202 രൂപ. ഇന്ന് ഈ ദിവ്യബലി മധ്യേ ദൈവവചനം വായിക്കുകയും വിശ്വാസികളുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയും ചെയ്തത് സെയിൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റാണ്. സെയിൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റിലെ ഭാരവാഹികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. അടുത്ത ഞായറാഴ്ച സെയിൻറ്റ് മൈക്കിൾസ് കുടുംബ യൂണിറ്റായിരിക്കും ദൈവവചന വായനയും വിശ്വാസികളുടെ പ്രാർത്ഥനയും നടത്തേണ്ടത്. വിശ്വാസികളുടെ പ്രാർത്ഥനകൾ എഴുതിയിട്ട് ദിവ്യബലി ആരംഭിക്കുന്നതിന് മുൻപായിട്ട് എന്നെ കാണിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ഈ വർഷം മെയ് മാസം 1-ാം തീയതിയാണ് നടത്തുന്നത്. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനുള്ള കുട്ടികളുടെ പേരുകൾ ഈ മാസം 24-ാം തീയതിക്ക് മുൻപായി നമ്മുടെ മതബോധന വിഭാഗത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുക. മതബോധന വിഭാഗത്തിൽ നിന്ന് ആ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഫോമുകൾ ലഭിക്കുന്നതാണ്. ആ ഫോമുകൾ നിങ്ങൾ പൂരിപ്പിച്ച് അവിടെ തിരികെ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീടുകളിൽ പ്രായമായി ദേവാലയത്തിൽ വരുവാൻ സാധിക്കാതിരിക്കുന്നവർക്ക് ദിവ്യകാരുണ്യം നൽകുവാനായിട്ട് നിങ്ങളുടെ കുടുംബ യൂണിറ്റുകളിൽ ആരൊക്കെയാണ് അപ്രകാരം ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ളവരെന്ന് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഒരു കണക്കെടുത്തിട്ട് നിങ്ങളുടെ യൂണിറ്റുകളിൽ ആർക്കൊക്കെയാണ് ദിവ്യകാരുണ്യം നൽകേണ്ടതെന്ന് ഒരു പേപ്പറിൽ എഴുതി എനിക്ക് തരണം. ഇന്ന യൂണിറ്റ് സെയിൻറ്റ് മൈക്കിൾസ് യൂണിറ്റ് ഇത്ര പേരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എന്നുകൂടെ എഴുതി
എന്നെ ഈ ഒരു ദിവസങ്ങൾക്ക് തിങ്കളാഴ്ചയ്ക്ക് ചൊവ്വാഴ്ച ആ ദിവസങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതുപോലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് ഈ വർഷം വിശുദ്ധ ഔസേ പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ വിശുദ്ധ ഔസേ പിതാവിൻ്റെ വർഷം അടുത്ത ഞായറാഴ്ച ആദ്യത്തെ ദിവ്യബലിയോടുകൂടെ ആരംഭം കുറിക്കുന്നതായിരിക്കും. അതിനെ തുടർന്നുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് മീറ്റിങ്ങുകൾ ചേർന്നിട്ട് സംസാരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. 11-ാം തീയതി തിങ്കളാഴ്ച മുതൽ, നാളെ കഴിഞ്ഞ് വരുന്ന അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഇടവക മധ്യസ്ഥ തിരുനാളിനൊരുക്കമായുള്ള നവനാൾ ആചരണം ആരംഭിക്കുകയാണ്. രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള നൊവേനയുമായിരിക്കും. 20-ാം തീയതി തിരുനാളിൻ്റെ കൊടികയറ്റവും 24-ാം തീയതി തിരുനാൾ സമാപനവുമായിരിക്കും. നൊവേന ദിവസങ്ങളിൽ രാവിലെ 5:30 മുതൽ നിങ്ങൾക്ക് കഴുന്ന് എടുക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ അതിരൂപതയിൽ ലൂർദ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ 2021 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ള ഒരു മുതിർന്ന പൗരന് സൗജന്യമായി മെഡിക്കൽ ചെക്കപ്പ് നൽകുന്നതായിരിക്കും. കുടുംബങ്ങളിലെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും സൗജന്യമായിട്ട് മെഡിക്കൽ ചെക്കപ്പ് നൽകുന്നതായിരിക്കും. കൂടാതെ കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കും ചികിത്സാ ചിലവിൽ 25 മുതൽ 30% വരെ കിഴിവൊക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ മെഡിക്കൽ ചെക്കപ്പ് അത് എല്ലാവരും ഉപയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫോം എൻ്റെ അടുക്കലുണ്ട്. അത് ഈ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ വേണം അത് ചെയ്യുവാനായിട്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ ഫോം എൻ്റെ അടുക്കലുണ്ട്. അത് വന്ന് ആവശ്യമുള്ളവർ വാങ്ങിക്കൊണ്ടു പോകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ വിസ്മയനീയമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം കാരുണ്യപൂർവ്വം തൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇരുളിൽ പ്രകാശിക്കുന്ന ജ്യോതിസായി ഇന്ന് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിനെ പ്രത്യാശയോടെ അനുഗമിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സഹോദരർക്ക് വെളിച്ചമായിരിക്കുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ. ആമേൻ. നക്ഷത്രത്തെ പിന്തുടർന്ന് ജ്ഞാനികൾ അത്യന്ത സന്തോഷത്തോടെ കണ്ടെത്തിയ പ്രകാശത്താൽ പ്രകാശമായ കർത്താവായ ക്രിസ്തുനാഥന്റെ പക്കൽ തീർത്ഥാടനം അവസാനിക്കുമ്പോൾ നിങ്ങളും എത്തിച്ചേരുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യ സർവവന്യാ
നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര കുമ്പിൽ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ കാരുണ്യാദിനാഥ മേരി ലോകമാതാ നന്മനേരം അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യ സർവവന്യ മേരി ലോകമാതാ